ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, സർവകലാശാല വിഷയമൊക്കെ സർക്കാർ ഗവർണർ പോര് കത്തി നിൽക്കുമ്പോൾ ഇന്ന് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേരള സർവകലാശാലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് ഒരു അവസാനം കണ്ടെത്തുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഒപ്പം സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ദിവസമായി കേരള സർവകലാശാല ആസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ തങ്ങളിലുള്ള പടലപ്പിണക്കങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. 20 ദിവസത്തിന് ശേഷം 2 ദിവസം മുമ്പാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി തന്റെ ജോലികളിലേക്ക് പ്രവേശിച്ചത്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിരുദ പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾ, ബിരുദാനന്തര ബിരുദം പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾ ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടണമായിരുന്നു. ഏകദേശം ആ ദിവസത്തിന് 1800-ലധികം സർട്ടിഫിക്കറ്റുകളാണ് ഈ വൈസ് ചാൻസലർ ഒപ്പിട്ടത്. അതിനുശേഷം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി അവരുടെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെയും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത്, കാരണം ഈ ഗവർണർ പങ്കെടുത്ത ഒരു യോഗം, അതായത് കഴിഞ്ഞ ജൂൺ 25-നാണ് സെനറ്റ് ഹാളിൽ ഒരു യോഗം നടന്നത്. അത് പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന സംഘടിപ്പിച്ച യോഗത്തിലെ മുഖ്യ അതിഥിയായിട്ടാണ് ഗവർണർ അന്ന് അവിടെ എത്തിയിരുന്നത്. അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ ചൊല്ലി ഉണ്ടായ വിവാദവും തുടർന്ന് ആ പരിപാടി റദ്ദ് ചെയ്ത കേരള രജിസ്ട്രാർ ആയിരുന്നു. എന്നാൽ ഈ വിവരം വളരെ വൈകിയാണ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറെ അറിയിച്ചത്. അത് വലിയ തരത്തിലെ പ്രതിഷേധത്തിനൊക്കെ വഴിവെച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു രജിസ്ട്രാറായ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷൻ നടപടി തൊട്ടടുത്ത ദിവസം തന്നെ സിൻഡിക്കേറ്റ് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനൊക്കെ വഴിവെച്ചിരുന്നു. സർവകലാശാലയിലെത്തിയാൽ വൈസ് ചാൻസലറെ തടയുമെന്ന് SFI പ്രഖ്യാപിച്ചിരുന്നു. SFI വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ആ ഭാഗത്തൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ പൂർണ്ണമായും സ്തംഭിച്ച ഒരു അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും CPIM ഒക്കെ ഇടപെട്ടാണ് SFIയെ തൽക്കാലം സമരത്തിൽ നിന്ന് പിന്മാറാൻ നിർദ്ദേശിച്ചത്. കാരണം അത് CPIM-ന് തന്നെ വലിയ തരത്തിലൊരു ദോഷമുണ്ടാക്കും അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. കാരണം ഇത്രയധികം വിദ്യാർത്ഥികളുടെ പഠനപരമായ കാര്യങ്ങളെ ബാധിക്കുന്നൊരു അവസ്ഥ മാത്രവുമല്ല, വിദേശത്ത് നിന്നും 2600-ലധികം അപേക്ഷകളാണ് അവിടെ പഠനത്തിന് വേണ്ടി കേരള സർവകലാശാലയിൽ പഠനത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്നത്. അവരുടെ ഒരു പ്രവേശനം, ആ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്നെ നേരിട്ട് വൈസ് ചാൻസലറുമായി ടെലിഫോണിലൂടെ ആദ്യം സംഭാഷണം നടത്തി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം, യാതൊരു കാരണവശാലും അത്തരത്തിലൊരു ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവരുന്നൊരു നിർദ്ദേശം വൈസ് ചാൻസലർക്ക് നൽകുകയും പിന്നീട് വൈസ് ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സർവകലാശാലയുടെ പ്രവർത്തനം പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ഈ ഗവർണറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായിരുന്ന രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അതേപടി തുടരണം എന്നുള്ളൊരാവശ്യമാണ് ഇപ്പോഴും വൈസ് ചാൻസലർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ സസ്പെൻഷൻ നടപടി തുടർന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭരണപരമായ കാര്യങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ വൈസ് ചാൻസലർ എടുത്തൊരു തീരുമാനത്തെ സിൻഡിക്കേറ്റ് അട്ടിമറിക്കുന്നു. ഇത് വൈസ് ചാൻസലറുടെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. നിയമപരമായി ഇതിന് സാധുതകളില്ല. അതുകൊണ്ട് അനിൽകുമാർ സസ്പെൻഷനിൽ തുടരുക, വേണ്ടി വന്നാൽ ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം വിശദീകരണം നൽകിയാൽ തിരിച്ചെടുക്കാം എന്നുള്ളൊരു നിർദ്ദേശം വൈസ് ചാൻസലർ മുന്നോട്ട് വച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പനാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒപ്പിട്ട് നൽകുന്ന ഫയലുകൾ ഗവർണർ പരിഗണിക്കുന്നുണ്ട്. അതേസമയം അനിൽകുമാർ നൽകുന്ന ഫയലുകൾ ഒന്നും തന്നെ വൈസ് ചാൻസലർ പരിഗണിക്കുന്നില്ല. അത് ഒപ്പിടുന്നത് പോലും ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു വലിയ അനിശ്ചിതത്വം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേരള സർവകലാശാല പ്രശ്നം മാത്രമല്ല മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച തന്നെയായിരുന്നു കേരളത്തിലെ 2 സർവകലാശാലകളിലെ താൽക്കാലിക ചുമതലയുള്ള VC-മാരെ മാറ്റുവാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ട്
ആവശ്യപ്പെട്ടത് ഡിജിറ്റൽ സർവകലാശാലയുടെയും ഒപ്പം സാങ്കേതിക സർവകലാശാലയുടെയും വൈസ് ചാൻസലർമാരെ ഉടൻ തന്നെ മാറ്റണം. അതായത് താൽക്കാലിക ചുമതലയുള്ളവർക്ക് തുടരാൻ കഴിയില്ല. ഉടൻ തന്നെ സർക്കാർ ഒരു പാനൽ നൽകണം. ആ പാനലിൽ നിന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രണ്ട് യൂണിവേഴ്സിറ്റികളിലേക്കും 6 പേരുടെ ഒരു 2 പാനൽ നൽകിയെങ്കിലും അതിൽ നിന്ന് നിയമനം നടത്തുവാൻ ഗവർണർ തയ്യാറായിട്ടില്ല. ഗവർണർ ഇന്ന് ഉച്ചയോടുകൂടി ആണ് രാജ്ഭവനിലേക്ക് എത്തുക. അതേസമയം മറ്റ് നടപടികളിലേക്ക് കടക്കരുത് എന്നൊരു നിർദ്ദേശം രാജ്ഭവന് ഗവർണർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേരള സർവകലാശാല മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ ഇപ്പോഴും ഒരു ഭരണസ്തംഭന അവസ്ഥ നിലനിൽപ്പുണ്ട്. കാരണം വേടന്റെ കവിത പാഠ്യ വിഷയമാക്കുന്നത് സംബന്ധിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒപ്പം കണ്ണൂർ സർവകലാശാലയിലും മഹാത്മാ സർവകലാശാലയിലും ഒക്കെ തന്നെ ഇപ്പോഴും താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർമാർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണറുമായി ഒരു അനുനയ നീക്കം നടത്താൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ കൂടിക്കാഴ്ച നമുക്ക് പറയാൻ കഴിയും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണറെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സർവകലാശാലയുടെ ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ നേരെ കൊണ്ടുപോകാൻ കഴിയും. നേരത്തെ തന്നെ ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായി വലിയ തരത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ഇരുവരും അവരുടെ വീടുകളിലൊക്കെ എത്തി സൗഹൃദം പങ്കുവയ്ക്കും, ജന്മദിനാശംസകൾ നൽകുകയൊക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് പെട്ടെന്നാണ് ഈ ഭാരതാംബ വിവാദം ഉയരുകയും അതേ തുടർന്ന് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്കും ഒപ്പം ചർച്ചകളിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. മുഖ്യമന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് മറുപടി പറയുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടാക്കിയെന്ന് പ്രതിപക്ഷ സംഘടനകളും ഒപ്പം CPI ഒക്കെ വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചു. എന്നാൽ അത്തരത്തിൽ മുഖ്യമന്ത്രി കാണിച്ച ആ ഒരു കാലതാമസം ഒരു സമവായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം കഴിഞ്ഞ ഗവർണറുമായി ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ വലിയ സൗഹൃദത്തിലെല്ലാം മുന്നോട്ട് പോയത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പോകുന്ന ഒരു കാഴ്ച അന്ന് കാണാമായിരുന്നു. ആ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഗവർണർ എത്തുമ്പോഴേക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി കർശനമായ നിലപാടുകളിലേക്ക് രാജേന്ദ്ര അർലേക്കർ പോകുന്ന ഒരു നീക്കമായിരുന്നു കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. ആതിര. ശരി ബിനോയ്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്.